ഓക്കെ, നിലവിൽ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കുന്ന നമ്മളെ താഴെ നമ്മൾ ഡയറക്റ്റ് എത്ര പേര് വന്നിട്ടുണ്ടെന്നാണ് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത്. അതായത് ഡയറക്റ്റ് വന്ന മെമ്പർ ടോട്ടൽ റെഫറൻസിൻ്റെ അവിടെ നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിൽ തന്നെ ടോട്ടൽ റെഫറൻസിന് അവിടെ 18 പേര്. ഞാനിപ്പോൾ ഡയറക്റ്റ് കൊണ്ടുവന്നെങ്കിൽ 18 പേരാണ്. അപ്പോൾ 18 അവിടെ എണ്ണം കാണിക്കും. ആ 18 പേര് ആരാണെന്നറിയാൻ ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക, നമ്മളെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്പോൺസർ ആരാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ നിലവിൽ നമുക്കിപ്പം മുമ്പേ ഇത് വേറൊരു അപ്ഡേഷൻ ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അപ്ഡേഷൻ കൂടെ ഇതിൽ കൂടെ ആഡ് ഓൺ ചെയ്യുകയാണ്. നമ്മൾ മാക്സിമം നമുക്കിപ്പം നിലവിൽ എത്ര വേണോ സർഫിങ് ചെയ്ത് കാണാമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കാണുന്നതിൽ അധികം നമുക്ക് ക്രെഡിറ്റായിട്ട് കാണിക്കുന്ന ആ ഒരു സംഭവം ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മളെ സൈറ്റിൽ നിന്ന്. ഓക്കെ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നു നമുക്ക് ടോട്ടൽ ഇത് കാണാൻ പറ്റുന്ന, അതിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് റെഫറൻസ് ഏറ്റവും ലാസ്റ്റായിട്ട് ഡയറക്റ്റ് റെഫറൻസ് ഉണ്ട്. അതിൽ വ്യൂ ഡൗൺലൈൻസ് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമ്മളടിയിൽ വന്ന ആൾക്കാരെ കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് വന്നവരെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മളെ ടോട്ടൽ ടീമിൽ കിടക്കുന്ന ടോട്ടൽ ടീമിൽ മെമ്പേഴ്സ് എത്ര ആണ് ഈ പറഞ്ഞ സിൽവർ ഗോൾഡ് ഒക്കെ ആയിട്ടുണ്ടെന്നറിയാൻ നമ്മൾ മാട്രിക്സ് പൊസിഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ അണ്ടറിൽ മാട്രിക്സ് പൊസിഷൻ നിലവിൽ ഇതാണ്. ഒന്നാമത്തെ ലെവലിൽ കയറിയ ആൾക്കാർ, രണ്ടാമത്തെ ലെവൽ, അങ്ങനെ ഓരോ ലെവലിൽ കയറിയ ആൾക്കാരായിട്ട് നമ്മളെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ആ ഒരു ആദ്യത്തെ ലെവലിൽ ആരൊക്കെയാണ് കയറിയെന്ന് ആ 2 എന്നുള്ള ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ആ 2 പേര് ആരാണെന്ന് സഹിതം കാണിക്കും. അവർ ഡൗൺലൈൻ എത്ര പേരുണ്ട്, പിന്നെ അവർ ജോയിൻ ചെയ്ത എന്നാണെന്ന്, അങ്ങനെ ആ 2 പേരെ കാണിക്കും. ഓക്കെ, അവർ ID നമ്പർ കാര്യങ്ങളെല്ലാം വെച്ച് കാണിക്കും. അതേപോലെ തന്നെയാണ് 4 പേര് ആരാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, 4 പേരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ലെവൽസ് കെയർ ചെയ്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ വ്യൂ മാട്രിക്സ് അത് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും വ്യൂ മാട്രിക്സ് നമ്മളടിയിൽ ടോട്ടലി എത്ര പേര് കിടപ്പുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷേ ടോട്ടലി കിടക്കുന്ന കണക്ക് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ആരെയും കൊണ്ടുവരാത്തവരാണെങ്കിൽ അവർക്ക് 5 ലെവലേ കിട്ടത്തുള്ളൂ. കൊണ്ടുവന്നവരാണെങ്കിൽ അക്കോർഡിംഗ്ലി അത് എത്ര ലെവൽ വരെ കിട്ടുമെന്ന് അക്കോർഡിംഗ്ലി നമ്മൾ കണക്ക് കൂട്ടി എടുക്കണം. പക്ഷേ ടോട്ടൽ മെമ്പർ ഇത്രയാണ്. എൻ്റെ അടിയിൽ കിടക്കുന്ന 751 പക്ഷേ 751 പേരെ ഇൻകം എനിക്ക് കിട്ടത്തില്ല. ഓക്കെ, പിന്നെ സിൽവർ മെമ്പർ എൻ്റെ അടിയിലുള്ള 2 പേര് ഇപ്പം നിലവിൽ $10 പാക്കേജ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. $10. ഓക്കെ, $10 വെച്ച് 2 പേര് ചെയ്തുകൊണ്ടാണ് സിൽവർ മെമ്പറിൽ അവിടെ 2 കാണിക്കുന്നത്. ഓക്കെ, ടോട്ടലി